തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി 9 നാൾ മാത്രമാണ് ബാക്കി. പക്ഷേ UDFിൽ ഈ ഭരണമാറ്റം ഉണ്ടാവുമെന്നുള്ള ഉറപ്പിൽ തന്നെയാണ് അണികളും അതുപോലെ തന്നെ സൈബർ ഇടത്തിലെ പോരും. അതിന്റെ ബാക്കി മാത്രമാണ് നമ്മളിപ്പോൾ ഈ പുറകിൽ കാണുന്ന ദൃശ്യം. ഈ കഴിഞ്ഞ ദിവസമാണ് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇത്തരത്തിൽ ഒരു UDF ജയിക്കും VD സതീശൻ നയിക്കും എന്ന തരത്തിലുള്ള ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് ഈ ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ ഈ തോട്ടുമുഖം ഭാഗത്തായി ഉയർന്നിട്ടുള്ളത്. VD സതീശൻ്റെ പേര് മാത്രമല്ല, ഈ രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെയും പേരിൽ മുഖ്യമന്ത്രി ചർച്ചകൾ രൂക്ഷമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫ്ലെക്സ്, അതും സതീശൻ്റെ ദേശം തന്നെയായിട്ടുള്ള ഈ ആലുവ തോട്ടുമുഖം ഭാഗത്തെ ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് ഉയർന്നിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പിന് സന്ദർഭത്തിൽ തന്നെ കേരളം ജയിക്കും UDF നയിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് UDF ജയിക്കും VD സതീശൻ നയിക്കും എന്നുള്ള രീതിയിലുള്ള ഈ പടുകൂറ്റൻ ഫ്ലെക്സ്. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഇത് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായല്ല, വലിയ ഈ ബിൽഡിങ്ങിൻ്റെ അതേ ഉയരത്തിൽ തന്നെയുള്ള ഒരു പടുകൂറ്റൻ ഫ്ലെക്സാണ് ഈ ഉയർന്നിട്ടുള്ളത്. എന്തായാലും ഈ സൈബർ ഇടത്തിലായാലും അതുപോലെ തന്നെ അണികൾക്കിടയിലായാലും രൂക്ഷമായ വാക്കുതർക്കങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. VD സതീശനായാലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കായാലും KC വേണുഗോപാലിനായാലും മൂവർക്കുമായി അണികളുടെ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്പോരുകളും അതുപോലെ തന്നെ PR വർക്കുകളുമാണ് സൈബർ ഇടത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് അപ്പോൾ ഈ VD സതീശൻ അനുകൂലികളാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ളൊരു ഫ്ലെക്സ് ഉയർത്തിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ ഫ്ലെക്സ് ഉയർന്നതെന്നാണ് പറയുന്നത്. എന്തായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്ന തന്നെ ഇതിൽ ഒരു നേതാക്കൾക്ക് തന്നെ വലിയ തരത്തിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ VD സതീശൻ്റെ അനുകൂലികൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ഫ്ലെക്സ് ഈ ആലുവ തോട്ടുമുഖം ഭാഗത്ത് ഉയർത്തിയിട്ടുള്ളത്. സച്ചിൻ സജിക്കൊപ്പം ഗോപിക അരവിന്ദ്, മീഡിയ 1 കൊച്ചി.